എൻ്റെ ഏട്ടനും ഫാമിലിയും ബാംഗ്ലൂർ വന്നപ്പം നമ്മൾ കറങ്ങാൻ പോയ 3 സ്ഥലങ്ങളാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിലുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോയത് വൈറ്റ് മാർബിൾ ടെമ്പിൾ ആണ്. ഇത് ഇലക്ട്രോണിക് സിറ്റി ഭാഗത്താണ് ഈ ടെമ്പിൾ. ഇലക്ട്രോണിക് സിറ്റി ഒരു 5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതൊരു ജെയിൻ ടെമ്പിൾ ആണ്. അപ്പോൾ കാണാൻ പക്ഷെ നല്ല അടിപൊളിയാണ്. കാരണം നമ്മുടെ നാട്ടിലേക്ക് അമ്പലമൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റൈലിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഫുള്ള് വെള്ള മാർബിൾ കൊണ്ട് കംപ്ലീറ്റ്, അതായത് തൂണുകളായാലും അതിന്റെ സ്ട്രക്ചർ ആയാലും മേൽക്കൂര എല്ലാം കംപ്ലീറ്റ് വൈറ്റ് മാർബിൾ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമുക്കിവിടെ അധികം ഫോട്ടോസ് ഒന്നും അലൗഡ് അല്ല. അതിന്റെ പുറത്തു നോക്കിയ ഫോട്ടോസ് എടുക്കാൻ പറ്റൂ. നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാൻ അടിപൊളിയായിരുന്നു അവർ അലോ ചെയ്താണെങ്കിൽ. അതുപോലെ ഇതിന് തൊട്ടടുത്ത് ഒരു ടെമ്പിളും കൂടിയുണ്ട്, ഒരു ചെറിയ ടെമ്പിളും കൂടി. അതിൻ്റെ അകത്ത് അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നും കണ്ടില്ല. അതിന്റെ അകത്തുനിന്നൊക്കെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. വലിയ ടെമ്പിളിന്റെ അടുത്ത് സെക്യൂരിറ്റി ഗാർഡ് തന്നെ ഉണ്ട്. നമ്മൾ എടുക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഫോട്ടോസ് അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ട്. ജെയിൻ ടെമ്പിൾ ആയതുകൊണ്ട് ഇവിടെയുള്ള പ്രതിഷ്ഠ, അവരുടെ കാര്യങ്ങൾ, ദൈവങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അമ്പലം കാണാൻ അടിപൊളിയായിരുന്നു. അതുപോലെ ചില വ്യക്തികളൊക്കെ ഇവിടെ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് എങ്ങനെയാന്ന്, ഇവരെ മതാചാരപ്രകാരം എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പക്ഷെ നമുക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇതുപോലുള്ളൊരു ടെമ്പിളും. കാരണം ഞാനിപ്പോൾ താജ്മഹലൊന്നും പോയില്ല, പക്ഷെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ അതുപോലെ ഒരു വൈറ്റ് മാർബിളിനെ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ടെമ്പിൾ ആകുമ്പോൾ നമ്മൾ എന്താ പറയാ, നല്ലൊരു കാണാൻ തന്നെ അടിപൊളി. അതന്നെ ഇതിൽ പറയാനുള്ളത്. സിറ്റിയിലുള്ള എന്തായാലും വന്നിട്ട് പെട്ടെന്ന് കണ്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ചെറിയ ടെമ്പിള്. ഇതിന്റെ അകത്ത് നമുക്ക് കയറാൻ ഫോട്ടോസ് ഒക്കെ എടുക്കാം. ഇവിടെ വരെ സെക്യൂരിറ്റി ഗാർഡും കാര്യങ്ങളൊന്നുമില്ല. കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഈ വൈറ്റ് മാർബിൾ എന്ന് പറയുമ്പോൾ അവരെത്ര ഇങ്ങനെ നീറ്റായിട്ട് വെക്കുന്നതെന്ന് അറിയില്ല, ചളിയൊന്നും ആകാതെ. അപ്പം ബാംഗ്ലൂരുള്ളവർ എന്തായാലും നിർബന്ധമായിട്ട് ഇവിടെ പോവാ. അവിടെ പോയിട്ട് ഇങ്ങനെ എങ്ങനെ ഫീൽ ചെയ്യുന്നുള്ള ഒന്ന് കമന്റ് ആയിട്ട് ഇടുക. എന്തായാലും അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇനി ഇറങ്ങാൻ പോകുന്നതാണ്. കുറച്ച് സമയം നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടു. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഇനി നമ്മൾ അടുത്ത പോകുന്നത് ഇതിന്റെ തൊട്ടടുത്ത് മറ്റൊരു ടെമ്പിൾ ഉണ്ട്. അതാണ് പിങ്ക് മാർബിൾ ടെമ്പിൾ. ഈ പിങ്ക് മാർബിൾ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈറ്റ് മാർബിൾ ടെമ്പിളിന് ഏകദേശം ഒരു 200-300 മീറ്റർ വാക്കബിൾ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പം ഒരേ സമയത്ത് നമുക്ക് ഈ ഏരിയയിൽ വന്നാൽ രണ്ട് ടെമ്പിൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, കാണാൻ കഴിയും. ഇതും ഒരു ജെയിൻ ടെമ്പിൾ എന്നാണ് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷെ ഞാൻ ആദ്യം വിചാരിച്ച ഇതൊരു ഹിന്ദു ടെമ്പിൾ ആണെന്നാണ് ഇതിന്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ. ഇവിടെയും കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട്. നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും അങ്ങനെ അലോ ചെയ്യില്ല. പക്ഷെ കുറച്ച് ദൂരെയൊക്കെ നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഈ പിങ്ക് മാർബിൾ കൊണ്ടാണ്. അതിന്റെ തൂണായാലും റൂഫായാലും കംപ്ലീറ്റ് അതാണ് പിങ്ക് മാർബിൾ ആണ്. അതിൽ തന്നെ കുറെ കൊത്തുപണികളും ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. എനിക്ക് പേഴ്സണലി ഇതിനെക്കാട്ടും ഇഷ്ടപ്പെട്ടത് വൈറ്റ് മാർബിൾ ടെമ്പിൾ ആണ്. മുന്നേ വൈറ്റ് മാർബിൾ ടെമ്പിൾ കണ്ടതുപോലെ തന്നെ ഇവിടെ 2 ടെമ്പിൾ ഉണ്ട്. ഒന്ന് ഞാൻ ഇപ്പൊ കാണിച്ചത്. ഇനി കുറച്ച് മുന്നോട്ട് നമ്മൾ നടന്നു കഴിഞ്ഞാൽ അടുത്തൊരു ചെറിയ ടെമ്പിളും കൂടി ഉണ്ട്. രണ്ടാമത്തെ ടെമ്പിളിന് മുന്നിലാണെങ്കിൽ ശിവന്റെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ ഒരു വാട്ടർ ഫോണിനൊക്കെ ചെയ്തിട്ടുണ്ട് ഇവര്. ഈ ജെയിൻ ടെമ്പിളിൽ എന്തുകൊണ്ടാണ് ശിവന്റെ സ്റ്റാച്ചു എന്ന് എനിക്ക് അറിയില്ല. ഇനി ഈ ചെറിയ ടെമ്പിള് ഈ ജെയിൻ ടെമ്പിൾ പെടുന്നതാണോന്ന് ഒരു ഡൗട്ട്. പക്ഷെ ഇവിടെ തന്നെയാണ് ഇത് ഉള്ളത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഈ പിങ്ക് മാർബിളിനെ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടുത്തെ പ്രസാദമായിട്ടുള്ള ലഡു കിട്ടി. ഇത് ഫ്രീ ആയിട്ട് ഇവിടുന്ന് കിട്ടുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇനി ഇവിടുന്ന് പോകാൻ പോകും നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക്. അപ്പൊ നമ്മളെ മൂന്നാമത്തെയും അതുപോലെ ഇന്നത്തെ ലാസ്റ്റ് സ്പോട്ടും ആയത് ബന്നാർഘട്ട പാർക്കാണ്. അപ്പൊ ബന്നാർഘട്ട പാർക്കിൽ നമ്മൾ എത്തുമ്പോൾ ഏകദേശം നല്ലോണം വൈകി, ഈവനിങ് ആയി. അപ്പൊ നമ്മൾ ഇവിടുന്ന് സഫാരി മാത്രമാണ് എടുത്തിട്ടുള്ളത്. പാർക്കിന്റെ അകത്തൊന്നും കയറാൻ തന്നില്ല. ശരിക്കും നമ്മൾ ആദ്യം തന്നെ ഇവിടെ വന്നതാണെങ്കിൽ സൂവിന്റെ അകത്ത് കയറി അതുപോലെ ബട്ടർഫ്ലൈ പാർക്കൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് നമ്മൾ പറഞ്ഞ ടെമ്പിളിലൊക്കെ പോവായിരുന്നു. പക്ഷെ നമ്മള് രാവിലെ ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയി. ഏകദേശം നമ്മൾ ഉച്ചയായി ഇറങ്ങുമ്പം. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ലേറ്റ് ആയത് ഇവിടെ എത്താൻ തന്നെ. അപ്പൊ നമ്മള് സഫാരി എടുക്കാന്ന് വിചാരിച്ചു. കാരണം സൂ ഒക്കെ നമ്മൾ സാധാരണ കണ്ടതായതുകൊണ്ട് നമ്മൾ സഫാരിന്റെ ടിക്കറ്റ് എടുത്തു. സഫാരിക്ക് ഇടയ്ക്ക് മഴ പെയ്തു. അപ്പോ കുറെ മൃഗങ്ങളൊക്കെ കാണാൻ കഴിയില്ല നമ്മൾ വിചാരിച്ചത്. പക്ഷെ എന്നാലും നമുക്ക് തുടക്കത്തിൽ കുറെ മാനുകളൊക്കെ കാണാൻ കഴിഞ്ഞു. കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ കടുവയും സിംഹത്തിനൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. മഴയായതുകൊണ്ട് ഒന്നിനെയും കാണാൻ കഴിയില്ലോ എന്നായിരുന്നു നമുക്കൊരു ഡൗട്ട്. പക്ഷെ എന്തായാലും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളിങ്ങനെ വണ്ടിക്കകത്ത് മൃഗങ്ങളെ ഇങ്ങനെ തുറന്നു വിട്ടിട്ടുള്ള ഈ ഒരു സഫാരി നമുക്ക് എല്ലാത്തിനും ഇങ്ങനെ കാണാം. ഇങ്ങനെ തുറന്നു പിടിച്ച് മൃഗങ്ങൾക്കും ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ നടക്കുന്ന അവരെ കൂട്ടിലിട്ടൊരു ഫീൽ അവർക്കും ഉണ്ടാവില്ല.
ഇതുപോലത്തെ നമ്മളെ തായ്ലൻഡിലെ വീഡിയോയിലും തായ്ലൻഡിൽ പോയ സമയത്തും കണ്ടിരുന്ന അതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. പിന്നെ ആനകളൊക്കെ കുറേ ഉണ്ട് ഇവിടെ. നമുക്ക് ബസ് അല്ലാതെ ജീപ്പ് സർവീസും ഉണ്ട് ഇതിനകത്തേക്ക്. അതിന്റെ റേറ്റ് കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്മളിനി കടുവ അങ്ങനെയൊക്കെയുള്ള ഏരിയന്റെ അടുത്തേക്ക് എത്തി. ഒരു ഗേറ്റ് തുറന്നു. ഇതിന്റെ അകത്താണ് അടുത്ത സെക്ഷൻ വരുന്നത്. ഈ കോമ്പൗണ്ടിനകത്ത് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഈഗർലി വെയിറ്റിംഗ് ആയ ഐറ്റത്തിനെ കണ്ടു. നല്ല കിട്ടില്ല ഒരു കടുവ. അപ്പൊ ഇവിടെ വരുന്നത് വരെ ബാംഗ്ലൂർ ഇത്രയും നല്ലൊരു സ്പോട്ട് ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ജസ്റ്റ് നമ്മളൊക്കെ എപ്പോൾ മൈസൂർ സൂവിലൊക്കെയാ പോകലുണ്ടായിരുന്നത്. അങ്ങനെ അടുത്തതായിട്ട് നമുക്ക് സിംഹത്തിനെയും കാണാൻ കഴിഞ്ഞു. എല്ലാത്തിനെയും ഇതുപോലെ കാണാൻ കഴിയുമെന്ന് അറിയില്ല, കാരണം ഇതിനൊക്കെ തുറന്നു വിട്ടിട്ടുള്ളതാണ്. നമ്മളെ മുന്നിൽ വന്നാൽ കണ്ടു, പക്ഷെ എങ്കിൽ കാണാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതാ വെള്ളക്കടുവേനെ കാണാൻ കഴിഞ്ഞു. അപ്പോ ഇതോടുകൂടി നമ്മൾ ഏകദേശം ഈ ഡേന്റെ ട്രിപ്പ് കൂടെ കഴിയാണ്. ഈ സൂം കൂടി കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നതാണ്. അപ്പൊ ബാംഗ്ലൂരൊക്കെ വരുന്നവർക്ക് വൺ ഡേ കൊണ്ട് കറങ്ങാൻ പറ്റിയ ഒരു 3 സ്പോട്ടായിട്ട് ഇതിനെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. എന്തായാലും ഒരു അടിപൊളി ട്രിപ്പ് ആയിരിക്കും, ഒരു വൺ ഡേ ട്രിപ്പ് ആയിരിക്കും ഇത്.